പറയുന്നത് വിമൻ സെക്ഷൻസിനെ സംബന്ധിച്ചിടത്തോളം, എക്സ്പെഷ്യലി ഈ സർവീസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അവസരങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഹായ് ഹലോ, വെൽക്കം യു ആൾ ടു എൻട്രി അപ്പ്. ഐ എം കാവ്യ. സോ CDPO അല്ലെ, വളരെയധികം ഓപ്പർച്യൂണിറ്റികളോടുകൂടി വിമൻ സെഷന് വേണ്ടി ICDS പോലെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു എക്സാം ആണ് CDPO എന്ന് പറയുന്നത്. CDPO നമുക്കറിയാം, നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് ഏകദേശം ഒന്ന് ആയിരിക്കുന്ന സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. സോ നമുക്ക് ഇതിന്റെ പ്രീവിയസ് ആയി എത്ര അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്, എത്രയായിരുന്നു ടോപ്പ് മാർക്ക് മുതലായ കാര്യത്തെ കുറിച്ച് നമുക്കൊന്ന് ഓടിച്ച് അനലൈസ് ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതായിരുന്നു നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 1/7/2026 ആയിരുന്നു. ഗസറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 35/2026 ആയിരുന്നു. നമുക്കറിയാം, വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിമൻ കാൻഡിഡേറ്റ്സിനെ മാത്രം റിക്രൂട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് CDPO എക്സാം നടത്തുന്നത്. 50,200 ആണ് ഇതിന്റെ ഏറ്റവും കുറഞ്ഞ പേയ്മെന്റ് എന്ന് പറയുന്നത്. തുടർന്ന് 1,05,300 വരെയാണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. വേക്കൻസീസ് ഒന്നും തന്നെ നോട്ടിഫിക്കേഷന്റെ സമയത്ത് പ്രഡിക്റ്റ് ചെയ്തിരുന്നില്ല. ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയുടെ കൺസിഡറേഷന്റെ ബേസിസിലായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇതൊരു PSC റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ് നടക്കുന്നത്. 25 മുതൽ 45 വയസ്സിന്റെ ഉള്ളിലുള്ളവർക്ക് ഈ എക്സാം എഴുതാമെന്നായിരുന്നു നോട്ടിഫിക്കേഷൻ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ നമ്മൾ ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ, മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹോം സയൻസ്, സോഷ്യൽ വർക്ക്, സോഷ്യോളജി ഓർ സൈക്കോളജി ഫ്രം എ റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക് റിക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓർ ഗവൺമെന്റ് ഓഫ് കേരള. ഇതായിരുന്നു ഇതിന്റെ ഒരു എലിജിബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത്. എന്നാലും ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്, ഈക്വലൻസി വെച്ചിട്ട് അപ്ലൈ ചെയ്തവരും ഉണ്ട്. ഓഫ് കോഴ്സ് ഈക്വലൻസി വെച്ച് അപ്ലൈ ചെയ്തു വെച്ച് ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. നിങ്ങൾക്ക് ഈക്വലൻസി വെച്ചിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻ അല്ല. നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഇത് പ്രീവിയസ് ആയിട്ടുള്ള 196/2020 പ്രീവിയസ് ആയിട്ടുള്ള CDPOയുടെ റാങ്ക് ലിസ്റ്റ് ആണ്. ഇതിൽ ടോപ്പ് മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 73.33 ആണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ടെസ്റ്റ്, ഇന്റർവ്യൂ, അതുപോലെ തന്നെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ PG മാർക്കാണ്, അതവിടെ കൺസിഡർ ചെയ്യുന്നില്ല. നിങ്ങളുടെ ടെസ്റ്റ്, ഇന്റർവ്യൂ മാർക്കിന്റെ ബേസിസിലായിരുന്നു പ്രീവിയസ് ആയിട്ടുള്ള ഈ ടോപ്പ് സ്കോർ അല്ലെങ്കിൽ സ്കോറുകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് 5ാമത്തെ റാങ്ക് ആണ് കിട്ടിയത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 5ാമതായി അല്ല കയറുക. PSC ഒരു റൊട്ടേഷൻ ചാർട്ട് ഉണ്ടാക്കും അല്ലെ, ആ റൊട്ടേഷൻ ചാർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് 5 അല്ലെങ്കിൽ 10ന്റെ ഉള്ളിൽ വരണം എന്നല്ല, 1ാമതായി തന്നെ വരണം എന്നുള്ളതായിരിക്കണം എപ്പോഴും നിങ്ങളുടെ മൈൻഡിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ അഡ്വൈസ് ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ, നിങ്ങളുടെ അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എത്ര ടോട്ടൽ അഡ്വൈസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ സമയത്ത് ബേസിക്കലി 3 വേക്കൻസീസ് ആയിരുന്നു ഡിക്ലെയർ ചെയ്തിരുന്നത്. പക്ഷെ 5ഓളം പേർക്ക് ബേസിക്കലി അവിടെ ആ സമയത്ത് തന്നെ അവിടെ അഡ്വൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് കണ്ടിട്ട് അല്ലെങ്കിൽ 3ഓ 4ഓ വേക്കൻസി കണ്ടിട്ട് നിങ്ങൾ ആരും തന്നെ അയ്യോ അത്രേ ഉള്ളൂ, അപ്പൊ പിന്നെ എനിക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ ലൂസൺ ചെയ്യരുത്. നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങാം. നമ്മളൊന്ന് ഇതിന്റെ സാലറി സ്കെയിൽ ഒന്ന് നോക്കിയാൽ, പ്രീവിയസ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ നോക്കിക്കേ, 35,700 മുതൽ 75,600 വരെയാണ് വരുന്നത്. എന്നാൽ ഈ ഒരു വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കിക്കേ, വളരെ ഹയർ പേയ്മെന്റോട് കൂടി സ്കെയിൽ ഓഫ് പേയിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്, വർധനവ് വന്നിട്ടുണ്ട് അല്ലെ. 50,200 മുതൽ 1,05,300 വരെ ആയിട്ടുണ്ട്. സോ വളരെ വലിയ ഒരു സാലറി സ്കെയിലോട് കൂടി തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു CDPOയുടെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. എക്സാമിനുള്ള പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടതും. അപ്പം ഏറ്റവും കൂടുതൽ അവസരങ്ങൾ, അതായത് ICDS പോലെ തന്നെ ഒരു CDPO എക്സാം എന്ന് പറയുന്നത് വിമൻ സെക്ഷൻസിനെ സംബന്ധിച്ചിടത്തോളം
എക്സ്പെഷ്യലി ഈ സർവീസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അവസരങ്ങളിൽ ഒന്ന് തന്നെയാണ്. അപ്പൊ അത് വളരെ സ്പഷ്ടമായി കൃത്യമായി തന്നെ യൂസ് ചെയ്യുക. CDPയുടെ സിലബസും സ്റ്റഡി പ്ലാനും എല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, എന്റെ ചാനലിലൂടെ തന്നെ കണ്ടിട്ടുള്ളതാണ്. സോ അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങാം. നമ്മളൊരു എക്സാമിന് സിസ്റ്റമാറ്റിക് ആയി പഠിച്ചു തുടങ്ങിയാൽ പിന്നെ അവിടെ യാതൊരു പ്രശ്നവും ഇല്ല അല്ലെ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് എഴുതി വെക്കുക, അത് പ്രകാരം തന്നെ പഠിക്കാം. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം 10 റാങ്കിന്റെ ഉള്ളിൽ വരണം എന്നല്ല. കാരണം 10 റാങ്കിന്റെ ഉള്ളിൽ വന്നാലും റൊട്ടേഷൻ ചാർട്ട് വരുമ്പോൾ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടില്ല. ചിലപ്പോൾ പിന്നോട്ട് പോയാൽ അവിടെയും പെട്ടു അല്ലെ. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഒന്നാമത്തെ റാങ്കിനായി എന്ത് ചെയ്യുക, ശ്രമിക്കുക എന്നുള്ളതാണ്. സോ എൻട്രിയിൽ ഓൾറെഡി തന്നെ കോഴ്സസ് റണ്ണിംഗ് ആണ്. ICDSന്റെ തകർപ്പൻ വിജയത്തിന് ശേഷം നിങ്ങൾ എല്ലാവരും കണ്ടതാണ്, തൂത്തുവാരിയ ഒരു വിജയമായിരുന്നു എൻട്രിക്ക് ഉണ്ടായിരുന്നത്. സോ ആ ഒരു ICDSന്റെ വിജയത്തിന് ശേഷം CDPO ബാച്ച് ഞങ്ങൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സോ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻട്രിയുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.